എൻ്റെ യേശു എന്തും ചെയ്യുവാൻ തയ്യാറായി എന്ന് പകൽ നിൽക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് യേശു എന്തും ചെയ്തിരുന്നു. ഈ ഓഗസ്റ്റ് മാസം 1-ാം മാസം ആദ്യത്തെ ഞായറാഴ്ച ഞാൻ വിളിച്ചു പറയുകയാണ്, കഴിഞ്ഞ 7 മാസക്കാലം ചെയ്യാത്ത ദൈവത്തിന് അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാൻ മതിയായവൻ. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. ഓ യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. പ്രിയ ദൈവമക്കളെ, നീ വിളിക്കുന്ന ദൈവത്തെ സേവിച്ചാൽ നിന്നെ വിടുവിപ്പാൻ ഏതൊരു പ്രതികൂലങ്ങളിലും പ്രതിസന്ധികളിലും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ ശക്തനായ ദൈവം നമുക്കുണ്ട്. സ്വർഗത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നിന്റെ ദൈവം ക്രിസ്തു മാത്രമായിരിക്കണം. ആ ദൈവത്തെ അല്ലാതെ നീ മറ്റൊരു ദൈവത്തെയും ആരാധിക്കുവാനോ നമസ്കരിക്കുവാനോ ഇടവരരുത്. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ദൈവവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാകുന്നത്. നീ ആ പ്രാർത്ഥനയിൽ എന്നും എപ്പോഴും ഉറ്റിരിക്കുന്നവനായിരിക്കണം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. നമുക്ക് ആ ഒരു മനസ്സ് നിനക്കുണ്ടോ? ഏത് പ്രതികൂലം വന്നാലും വിടുവിപ്പാൻ ശക്തനായൊരു ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നിന്നെ വിടുവിപ്പാൻ ദൈവം ശക്തനാണ്. അവരെ ബലപ്പെടുത്തുകയാണ്. നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് ഒരു നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവം തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ വരുമ്പോൾ അവൻ നീതിയോടെ വിധിക്കും. അവൻ നിങ്ങളെ പീഡിപ്പിച്ചവർക്ക് നീതിയോടെ ശിക്ഷ വിധിക്കും എന്ന് അപ്പോസ്തലൻ പറയുകയാണ്. അല്ലാതെ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ തന്നെ കർത്താവ് അവരുടെ കണ്ണ് പൊട്ടിച്ച് കളയുമെന്നോ അവരെ ഉടനെ ഇത് ചെയ്യുമെന്നോ ഒന്നുമല്ല പറയുന്നത്. അവർക്ക് കർത്താവിൻ്റെ അതാണ് നൊടി നേരത്തേക്കുള്ള ലഘു സങ്കടം, അതായത് അനവധി സന്തോഷങ്ങളെ നിങ്ങൾക്ക് ലഭിക്കുവാൻ കാരണമാക്കി മാറ്റുന്നു. നമ്മുടെ കഷ്ടങ്ങളുടെ നടുവിൽ നമ്മളെ ബലത്തോട് നിർത്തുന്ന ഒരു ദൈവമുണ്ട്. അത് നമ്മളെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വചനമാണ്. തൈ നടേണ്ട സമയമായപ്പോഴത്തേക്കും ഞാൻ ഒരു തൈ എൻ്റെ കയ്യിൽ പണിക്കാർ കൊണ്ട് തന്നു. ഞാനത് കയ്യിലെടുത്ത് കർത്താവിനോട് ഒറ്റ കാര്യം ഞാൻ പ്രാർത്ഥിച്ചുള്ളൂ, കർത്താവേ, ഈ തൈ ഞാനിവിടെ നടുമ്പോൾ തന്നെ മറ്റുള്ള തൈയും ഇന്ന് തന്നെ ഉച്ചയ്ക്ക് മുമ്പായിട്ട് നട്ടു തീരും. ഇതിനെ ഒരെണ്ണത്തിനെ പോലും ഒരു കാട്ടുപന്നിയും തൊടാനിടയാകരുത്. കർത്താവിൻ്റെ കാര്യത്തിൽ ഏൽപ്പിക്കുന്ന വിഷയത്തിൽ കർത്താവ് വിശ്വസ്തനെന്ന് എൻ്റെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയും നീ തെളിയിച്ചതാണ്. ഈ വിഷയത്തിലും കർത്താവ് അത് തെളിയിക്കും എന്ന് ഞാൻ പറഞ്ഞ് ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ ആമീൻ പറഞ്ഞ് ഞാൻ ഇതവിടെ നട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, 2 ദിവസം കഴിഞ്ഞു ഞാൻ വന്ന് നോക്കി. അപ്പോൾ ഈ കാട്ടുപന്നികൾ ഇതിൻ്റെ ഇടയിലൂടെ എല്ലാം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ കാൽപാദങ്ങൾ അവിടെ എല്ലാം പതഞ്ഞത് ഇങ്ങനെ കുഴിഞ്ഞ് 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 നമുക്ക് കാണാം. പക്ഷെ ഒരൊറ്റ തൈ പോലും ഈ കാട്ടുപന്നി നശിപ്പിച്ചില്ല. ഇന്ന് നമ്മുടെ നടുവിൽ ഒരു ദാസനായി കർത്താവ്, നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നിങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്ന ഒരു കർത്താവ്. അവൻ വിളിച്ചാൽ അവൻ്റെ അടുക്കൽ ചെന്ന് അവന് വേണ്ടി ചെവി കേൾക്കുമെങ്കിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ഒരു ദൈവം, നിന്നോട് സംസാരിക്കുന്ന ഒരു ദൈവം. നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ഹല്ലേലൂയ, ഇന്ന് അവന്റെ സന്നിധിയിൽ പോയിരുന്നു പറയണം, കർത്താവ്, എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം.